പുതിയൊരു പഠന റിപ്പോർട്ട് ഇറങ്ങിയിട്ടുണ്ട്. യുവതികൾക്കിടയിൽ വിവാഹപ്പേടി കൂടുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അതായത് ഒരു മാട്രിമോണിയൽ സൈറ്റിൽ 3000 ആൺകുട്ടികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 1500 പെൺകുട്ടികൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2000 പേരുടെ സ്ത്രീകളുടെ കുറവാണ് ആ രജിസ്ട്രേഷനിൽ പോലും കാണുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും ഈ പെൺകുട്ടികൾ ഇങ്ങനെ വിവാഹത്തോട് വിമുക്തത കാണിക്കുന്നതെന്ന് എവിടെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞിടയ്ക്ക് ഒരു പെൺകുട്ടി എന്നോട് യാത്രക്കിടയിൽ സംസാരിച്ച കാര്യം ഞാൻ ചുരുക്കി നിങ്ങളോട് പറയാം. ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. അവൾക്ക് ഇപ്പോഴേ വിവാഹ ജീവിതത്തോട് മടുപ്പ് തുടങ്ങിയെന്നാണ് അവൾ പറഞ്ഞു തുടങ്ങുന്നത്. ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആണ്. വിവാഹത്തിന് മുൻപ് എല്ലാം ഇൻഡിപെൻഡൻ്റായി ചെയ്തിരുന്ന അവൾക്ക് ഇപ്പോൾ എല്ലാത്തിനും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതായത് ആ ഫ്രീഡം നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് ചുരുക്കം. അവൾ ജനിച്ചു വളർന്ന നാടല്ല, അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോകാൻ ആരെയെങ്കിലും ഒന്ന് ആശ്രയിക്കണം. അവളുടെ വീട്ടിലേക്ക് അവൾ പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. അവളുടെ നാടും വീടും കുടുംബവും ഭക്ഷണവും ആ ഭക്ഷണ രീതികളും എല്ലാം അവൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഹോം സിക്നെസ് എന്നതിനപ്പുറത്ത് അവൾക്കൊരു തടവറയിൽ അകപ്പെട്ടതുപോലെയാണ് ഞാൻ ഈ വിവാഹത്തെ കാണുന്നത്. വിവാഹത്തിന് മുമ്പ് ജോലിക്ക് പോയിരുന്നു, എന്നാൽ വിവാഹം കഴിച്ച് ദൂരത്തേക്കുള്ള ഒരാളെ ആയതുകൊണ്ട് ജോലി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. മറ്റൊരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് സെറ്റാകുന്നുമില്ല. അതായത് വിവാഹത്തോടെ അവളുടെ പ്രയോറിറ്റീസ് തന്നെ മാറിപ്പോയി. അവളുടെ വീട്ടിലെ ഒരു ഫംഗ്ഷൻ വന്നാൽ, അല്ലെങ്കിൽ നാട്ടിലെ ഫ്രണ്ട്സിൻ്റെ കല്യാണമോ മറ്റോ വന്നാൽ ദൂരം കൂടുതൽ കാരണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തിരക്ക് കാരണം പോകാനോ അതിൽ പങ്കെടുക്കാനോട്ട് പറ്റില്ല. ഭർത്താവിൻ്റെ വീട്ടിലെ ഒരു ഫംഗ്ഷനും മിസ് ചെയ്യാൻ പാടുമില്ല. അവിടെയാണെങ്കിൽ പരിചയമുള്ള ആരും തന്നെയില്ല, എന്തോ ഒരു സ്ട്രേഞ്ചേഴ്സിനെ കാണുന്ന പോലെയാണ് അവിടെയെല്ലാം ഫീൽ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഒപ്പം വിശേഷമൊന്നും ആയില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ കൊണ്ട് ചുറ്റുമുള്ളവരങ്ങ് കൂടും. മുമ്പത്തെ പോലെ സുഹൃത്തുക്കളുമായി ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല, അതിന് നാട്ടിൽ പോകണമല്ലോ. ഇനി അവരെങ്ങാനും ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ അടുത്തോ മറ്റോ ഒന്ന് വന്ന് കൂടിയേക്കാമെന്ന് പറഞ്ഞാൽ അവിടെയും ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഒക്കെ സൗകര്യം നോക്കണം. ഭർത്താവ് ഫ്രീ ആണെങ്കിൽ അയാളുടെ കൂടെ പോവാം. പക്ഷേ ഭർത്താവിൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ഇതൊന്നും ബാധകമല്ല. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും മീറ്റ് ചെയ്യാം. ഈ കുട്ടികളൊക്കെ ഇനി എപ്പോഴാണെന്നുള്ളൊരു ചോദ്യം കൊണ്ട് പൊറുതിമുട്ടി. വിവാഹം തന്നെ വേണ്ട എന്നുള്ളൊരു ചിന്ത അറിയാതെ അങ്ങ് മനസ്സിൽ വന്നു. അപ്പോഴാണ് അടുത്തത്, ഞാനിപ്പോൾ മാനസികമായിട്ട് തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്നങ്ങ് പറഞ്ഞു വരുത്തി. എൻ്റെ മകൻ്റെ ജീവിതം അവൾ കുട്ടിച്ചോറാക്കി എന്നും പറഞ്ഞ് അമ്മായിമ്മ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അമ്മ പോരിനൊന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ട് നീയാണ് പ്രശ്നം ഉണ്ടാക്കുന്നതും അനാവശ്യമായി വാശി കാണിക്കുന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവും വഴക്ക് തുടങ്ങി. വീട്ടിൽ വിളിച്ചതൊക്കെ ഒന്ന് പറഞ്ഞാൽ ഒന്ന് കരഞ്ഞാലോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ കാര്യമില്ല. ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിലെന്ന് ഇടയ്ക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാനായിട്ട് ധൈര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഇതൊക്കെയാണ് ആ കുട്ടി പറഞ്ഞത്. കേൾക്കുമ്പോൾ ഇതൊക്കെയാണോ വലിയ വിഷയമെന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. എന്നാൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. സത്യത്തിൽ ആ കുട്ടിയുടെ പ്രശ്നം കേട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. വിവാഹത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കും, പക്ഷേ അത് കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ആരും പറയാറില്ല, തുറന്ന് സംസാരിക്കാറില്ല. പുരുഷൻ്റെയും സ്ത്രീയുടെയും ജീവിതത്തിൽ വിവാഹം വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ മാറ്റങ്ങൾ കൂടുതലും സ്ത്രീകളിൽ തന്നെയാണ്. പക്ഷെ അതിനെ പലപ്പോഴും നോർമലൈസ് ചെയ്താണ് കാണാറുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സ്വന്തം വീടിൻ്റെ സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് അന്യ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറുന്ന പെൺകുട്ടിയുടെ തുടർന്നുള്ള ദിവസങ്ങളെക്കുറിച്ചിട്ടോ ജീവിതങ്ങളെക്കുറിച്ചോ ആരും ആശങ്കപ്പെടാറില്ല. അപരിചിതമായ ഒരു സാഹചര്യത്തിൽ ഒരു പെണ്ണനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാനും ആരും മെനക്കെടാറില്ല. നാട്ടുനടപ്പെന്ന പേരിൽ പെൺകുട്ടിയെ മറ്റൊരു എൻവയോൺമെൻറ്റുമായി പൊരുത്തപ്പെടേണ്ടവൾ എന്ന് ലേബൽ ചെയ്ത് പറഞ്ഞു വിട്ടിരിക്കുകയാണ് നമ്മളുടെ ഈ കൾച്ചർ. ഈ രീതി ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊട്ടും തോന്നുന്നില്ല. വിവാഹശേഷം ഉണ്ടാകുന്ന വിഷാദ രോഗം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് ബാധിക്കുന്നത്. കാരണം ഒരു പറിച്ചുനടിയിൽ സംഭവിക്കുന്നത് അവളുടെ ജീവിതത്തിലാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ സ്വന്തമെന്ന് കരുതുന്ന പലതിനെയും ഉപേക്ഷിച്ചിട്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഇതുവരെ അന്യമായിരുന്ന ഒരു വീടിൻ്റെ ഒരു കൂട്ടം ആളുകളുടെ ഭാഗമായി അവൾ മാറുന്നത്. പുതിയ സാഹചര്യങ്ങളുമായിട്ടും അവിടുത്തെ ജീവിത രീതികളുമായിട്ടും പൊരുത്തപ്പെടാൻ അവൾക്ക് കുറച്ചുകൂടി സമയം വേണ്ടി വരും. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ളൊരു വ്യക്തിയുടെ കഴിവിനെ അടിസ്ഥാനമാക്കിയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ചിലർക്ക് അതിനോട് ഒട്ടും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം വിവാഹ ജീവിതം എന്നാൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളാണെന്ന് ഈ സൊസൈറ്റി പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വിവാഹത്തോടെ പെൺകുട്ടികൾക്ക് പലപ്പോഴും പരോക്ഷമായെങ്കിലും നഷ്ടമാകുന്നത് സ്വന്തം വീട് തന്നെയാണ്, അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റാണ്. ജനിച്ചു വളർന്ന വീട്ടിൽ പിന്നെ അവൾ ഇടയ്ക്ക് വന്നു പോകുന്ന അതിഥി മാത്രമാണ്. കുറച്ച് ദിവസം
അടുപ്പിച്ചു മാതാപിതാക്കളോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഉത്തരവാദിത്തങ്ങൾ ചങ്ങലക്കിട്ട് കളയും. സ്വന്തം പെമ്മക്കളെങ്കിലും വീട്ടിൽ അല്പം നാൾ വന്നു നിന്നാൽ സംശയത്തോടെ കാണുന്ന അയൽക്കാരെ പേടിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. വിവാഹം കഴിഞ്ഞാൽ ചെന്ന് കയറുന്ന വീടാണ് പെൺകുട്ടികളുടേതെന്ന് പറയാറുണ്ട്. പക്ഷേ അവിടെയും അവൾ ഒരു അതിഥി തന്നെയാണ്. ഇടയ്ക്ക് വന്നു പോകാത്ത, എപ്പോഴും സ്ഥിരതാമസമുള്ള ഒരതിഥി. ചുരുക്കി പറഞ്ഞാൽ വിവാഹത്തിലൂടെ ഒരു പെൺകുട്ടിക്ക് സ്വന്തം കുടുംബത്തിൽ വേരുകൾ നഷ്ടപ്പെടുന്നു. ചെന്ന് കയറുന്ന വീട്ടിൽ വേരുകൾ പിടിക്കുന്നതുമില്ല. സ്ത്രീകൾക്ക് പലപ്പോഴും വിവാഹശേഷം ഭർത്താവിനനുസരിച്ചും കുടുംബത്തിനനുസരിച്ചുമൊക്കെ മാറേണ്ടി വരുന്നുണ്ട്. വന്നു കയറുന്ന പെൺകുട്ടികൾക്ക് ഉത്തരവാദിത്തം, പ്രത്യേകിച്ചും അടുക്കള ചുമതലകൾ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മുടെ ഈ സമൂഹം എന്ന് പറഞ്ഞാൽ. എന്നാൽ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ആരും ചിന്തിക്കാറില്ല. അങ്ങനെ മാറ്റങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ പോലും വിവാഹത്തോടെ ഇതെല്ലാം അവൾക്ക് അംഗീകരിക്കേണ്ടതായി വരുന്നു. ജീവിതത്തിലെ ആ മാറ്റങ്ങൾ ഏറെക്കുറെ അവൾ അംഗീകരിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. പുതിയ ജീവിത രീതിയുമായിട്ട് ചേർന്ന് പോകും. ഭർത്താവും പിന്നീടെത്തുന്ന മക്കളുമായി അവരുടെ ലോകം മാറും. ഭൂരിഭാഗം സ്ത്രീകളുടെയും ലോകം ഇങ്ങനെയാണ്. ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ പോലും അവരുടെ സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇനി അതിലൊരു മാറ്റം ഒരു സ്ത്രീ ആഗ്രഹിച്ചാൽ അവൾ അഹങ്കാരിയുമായിരിക്കും. എല്ലാത്തിനുമേറെ കുടുംബത്തിന് മേൽ കൈ കൊടുക്കേണ്ടി വരുമ്പോൾ സ്ത്രീകൾ മറന്നു പോകുന്ന ഒന്നുണ്ട്: സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശം. എന്ന് വെച്ചാൽ ഒരു വിവാഹ ജീവിതത്തിലൂടെ പല സ്ത്രീകൾക്കും നഷ്ടപ്പെടുന്നത് അവരുടെ സൗഹൃദങ്ങളാണ്, സ്വന്തം ഇഷ്ടങ്ങളാണ്. വിവാഹത്തിന് മുമ്പ് സൗഹൃദങ്ങളും സമൂഹവുമൊക്കെയായി നടന്നവർക്ക് വിവാഹശേഷം ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ ലഭിക്കണമെന്നില്ല. ലഭിച്ചാൽ തന്നെ അതിനായി ചെലവാക്കാൻ സമയവും ഉണ്ടാവില്ല. ഇതുപോലെയുള്ള പല കാര്യങ്ങളുടെയും തൻ്റെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടുന്ന ആ നഷ്ടബോധമുള്ള ഒരുപാട് സ്ത്രീകളുണ്ടാകാം. ഒരുപാട് കഴിവുകൾ വെറുതെ കുഴിച്ചു മൂടിക്കളഞ്ഞ് ജീവിക്കുന്ന എത്രയോ സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകൾ സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നു പോകുന്നു. ഈ കുടുംബജീവിതത്തിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യവും മാനവും പ്രസംഗങ്ങളിൽ മാത്രമാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. യഥാർത്ഥ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയൊന്നുമല്ല. എല്ലായിടത്തും സ്ത്രീകൾക്ക് ഒരേ അനുഭവമൊന്നുമല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ യാതൊരു മാർഗവുമില്ല. കയറി വരുന്ന മകളെ സ്വന്തം മകളെ പോലെ കാണുന്ന അമ്മായിമ്മയും, ഭർത്താവ് ഭാര്യ എന്ന് പറയുന്ന കമ്പാനിയൻ എത്രത്തോളമാണ്, എങ്ങനെയാണ് അവളുമായി ഇരിക്കേണ്ടത്, അവളുടെ ഇഷ്ടങ്ങളും വിഹിതങ്ങളും ഒക്കെ മനസ്സിലാക്കി പോകുന്ന നല്ല ഭർത്താക്കന്മാരുമുണ്ട്, ചുറ്റുപാടുമുണ്ട്. വിവാഹശേഷവും അവർ ഒരു മകളും സഹോദരിയുമൊക്കെയായി തന്നെ കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അത് ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് തന്നെ വിവാഹം എന്നതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം നേട്ടങ്ങൾക്കൊപ്പം ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത ചില നഷ്ടങ്ങളും സമ്മാനിക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം പെൺകുട്ടികൾ വിവാഹത്തിന് ഇപ്പോൾ തയ്യാറാവാത്തത്. വിവാഹം വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടി വരുന്നത്. മുമ്പുള്ളവർ ചെയ്തു കൂട്ടിയ വിവരക്കേടുകൾക്ക് ഈ കാലഘട്ടമാണ് അനുഭവിക്കേണ്ടത്. മുമ്പ് ചെയ്ത വിവരക്കേടുകളെ ഓർത്ത് ഒന്ന് പശ്ചാത്തപിക്കാനല്ലാതെ മുന്നോട്ടുള്ള ഭാവിയിൽ തൻ്റെ മക്കൾക്ക് പാർട്ട്നേഴ്സിനെ കിട്ടാതെ, കമ്പാനിയൻസിനെ കിട്ടാത്ത ഒരുപാട് ചെറുപ്പക്കാരും ഇനി ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. അതിന് സംശയമില്ല. അതാണിനി കേരളം, ഇന്ത്യ അനുഭവപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ബൈ.